ഊട്ടി സോപ്പ് ഇട്ട് കുളിക്കുള്ളൂ. സ്കൂളിൽ നിന്ന് കിട്ടിയ സോപ്പ് കുളിക്കൂ. സ്കൂളിൽ നിന്ന് കിട്ടിയ ബ്രഷ് ഇട്ട് ബ്രഷ് ചെയ്യുള്ളൂ. ഈ വിടക്കോ രാവിലെ പറഞ്ഞ സെവൻ കേട്ടോ. ഇന്ന് ഞായറാഴ്ച പഠിത്തമില്ല. കുറച്ചും പറയാം അമ്മ ഭയങ്കര മഴയാണ്. ഞാൻ ചുമ്മാ ഇവിടെ തിങ്ങി ഇരുന്നോട്ടെ. ഞാൻ ചാരി ഇങ്ങനെ കിടന്നോട്ടെ. ഞാൻ ചുമ്മാ ചാരി കിടന്നോട്ടെ. ഞായറാഴ്ചയാണോ ഇന്നോക്കെ പറയുന്നേ. തുടങ്ങിയില്ല സ്കൂളിൽ പോക്ക്. അപ്പോഴേ തുടങ്ങി. കുറച്ച് മുമ്പ് പല്ലിയൊക്കെ വന്നപ്പോ ഉണ്ടായിരുന്നു. ഇവിടം വരെ ഉണ്ടായിരുന്നു. അത് വലിച്ചു കൊടുത്തു. രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞു. ഇന്ന് നാരായണിക്കും സ്കൂളിൽ പോകണം, ശാംപൂയ്ക്കും സ്കൂളിൽ പോകണം. ആദ്യം ആദ്യം ശാംപൂയിൽ പോകും, പുറകെ നാരായണി പോകും. എനിക്ക് വേണ്ട. പയ്യെ വെള്ളത്തിൽ കൂടെ കൈ പിടിച്ച എൻ്റെ അകത്തല്ല അവള് ചെള്ള അടിച്ച് കയറ്റുക. ഇന്നലെ ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും ഒറ്റ ചവിട്ട. മഴയ്ക്ക് മുമ്പ് പോവാം. നമ്മൾ മുളയൊന്നും എടുത്തിട്ടില്ല. നോക്കാം. ഇറങ്ങിക്കോ, ചാടിക്കോ. ഇല്ല നമുക്ക് ചേട്ടനോട് 10 മിനിറ്റോ മതിയോ? ഭയങ്കര അത്യാവശ്യമല്ലേ. ഹായ്, ഞാൻ സ്കൂളിൽ പോവാണേ കേട്ടോ. ഞാൻ ചേട്ടൻ എഴുന്നേറ്റിരുന്നുള്ളൂ. ചേച്ചി വീട്ടില നമുക്കട്ടെ. അപ്പ സലാമങ്ങളുണ്ടേ. ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടില്ല. സലാമങ്ങൾ എന്തേ? എനിക്കാണ്. ചിലപ്പോ പള്ളിയിൽ പോയി കാണും. ഉണ്ടോ? പിന്നെ പണിക്ക് പോകും അങ്ങോട്ട്. അവളെത്രയല്ലേ പഠിക്കുന്നേ? പേരെന്നാ കൊച്ചിന്റെ? എന്താ മണിയാ? അവിടെ പിള്ളേർക്ക് സ്കൂളിലോട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. അതിന് സഹായിക്കാൻ പോവുക. പേരെന്നാ? ശാംഭവി. ആണോ? എവിടെയാ പഠിക്കുന്നേ? എവിടെയാ? പേരെന്നാ? എന്റെയോ? വിജയമ്മ. പണിക്ക്. പോയിട്ട് വാ കേട്ടോ. നാളെ കാണാവേ. നാളെ കാണാം. അമ്മേന്നാ ജോലിക്ക് പോകാൻ. ബസ് കൂടിയാണ് ഇവിടെ വരുന്നേ. നീ നിനക്ക് കടയിലോ? അങ്ങോട്ട് പോണല്ലേ? ബസ് ഇവിടെ. ബസ് നിനക്ക് ഞാൻ തരും കേട്ടോ. സംഭവേ വീട്ടിൽ പോവാ. വേണ്ട, നീ വീട്ടിൽ പോലല്ലോ. സ്കൂളിൽ പോകുന്നില്ല. അപ്പൊ ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം.
ബസ് വന്നിട്ട് പോവാം. ഉം. മതിയോ? മതി. ബസ് അവിടെ. എടി 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 ബസ് ഞാനാണോ ഓടിക്കുന്നത്? എവിടെ എവിടെയെന്ന് ചോദിക്കാം എന്നോട്. പിന്നെ ആരാ? അങ്കു. ആ എന്നാൽ എനിക്ക് കൊണ്ടുവരും കേട്ടോ. മോള് വന്നോ? ആ നീ വീട്ടിൽ പോയി. പരിപാടി 5 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ വന്ന് ഇവിടെ നിൽക്കുന്നതല്ലേ, വണ്ടി വന്നോളും. നീ ഇത് അവിടെ എങ്ങാനും കവറ് പിന്നെ ഞെക്കി നോക്കി അറിയത്തില്ല, കവറ് വെക്കുന്നതിനകത്ത്. ആണോ? ആരാ ഓടിക്കുന്നത്? അത് വേറെ ആണോന്ന് അറിയത്തില്ല, നമ്മുടെ വണ്ടി പോലെ ഉണ്ട്. ഇതിനോട് ചുമ്മാ മൂങ്ങുന്നേ. ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിൽക്കാം. വാ. ആ വരട്ടെ, ഇവിടെ നിൽക്കാം. എൻ്റെ കയ്യെ പിടിച്ചോ. വേണ്ടേ? എന്നാൽ കയറി പോക്കോ. അമ്മച്ചിയൊക്കെ എവിടെ പോവാന്ന് അമ്മച്ചിയോട് ചോദിക്കണം. എനിക്കറിയോ എല്ലാവരും എവിടെ പോവാന്ന്. നീ അറിഞ്ഞിട്ടൊക്കെ നീ എന്നെ എടുക്കാനാ? ഞാനും കയറുവേ, നീ കയറിയിട്ടുണ്ടോ? മതിയോ? അവിടെ നിന്നാണോ വരുന്നത്? കാറാണോ? കാർ ബസ് അവിടെ നിന്നാണ് വരുന്നത്. ആക്രിക്കട. ആ ചട്ടി ചട്ടി ചട്ടി. ആ അത് നമുക്ക് ഒന്നല്ല. ആ കറിയല്ല, അതിനകത്ത് ഉണ്ണിയപ്പം, ഉഴുന്നുവട, ബോണ്ട ഇതുണ്ടാക്കുന്ന. ഉഴുന്നുവട ബോണ്ട ഒക്കെ ഉണ്ടാക്കുന്നത്. എന്നാ ബസ്സോ? ആ ബസ്സാണോ? ലോറി. അത് നമ്മുടെ ബസ്സല്ല, വേറെ ബസ്സാണ്. വരും. ഇതേ വരുന്നു. എന്നാ നിർത്തട്ടെ. കുമളി റോഡോ? നേരെ ഇരുന്ന കുമളി റോഡാ, നേരെ അങ്ങ് പോയാൽ മതി. ആ ഇതിലേ പോടിയാ? ആര് ഇതിലേ പോവാൻ? സമയം എത്ര? 7:45 കാണും.
അമ്പലത്തേക്ക് ഇറങ്ങോ? വെളിയിൽ നിന്നും തോന്നിട്ടോ? 55 ഉള്ളി. പറഞ്ഞോ അങ്ങോട്ടോ, എന്നാ പോ. ആ ബുക്കോ കയറിക്കോ. അതിന് കയറിക്കോ, അത് സീറ്റ് ഉണ്ടായിരുന്നു. എങ്ങോട്ടാ സാർ? ചുമ്മാ അല്ലാണ്ട് നിലമ്പൂര് പോയോ? ഇല്ല, പോയില്ല. ഓ അടക്കം പോയി നമ്മളെ കാര്യമല്ലോ. അതെ. സിംബ എവിടെ പോ നീ? ഞാൻ അയൽക്കൂട്ടത്തിലെ ജേക്കസിൻ്റെ ഇത് വയ്ക്കണം. പിന്നെ ഇത് റേഷൻ കാർഡിൻ്റെ BPL ഒക്കെ ആയിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പിയും ഉണ്ട്.
പിന്നെ നിങ്ങൾ ചേച്ചിയുടെ റേഷൻ കാർഡ് അല്ല ആധാർ എന്തി ആ ഇനി എങ്ങാനും വല്ല ഇതിനും വല്ല ചോദിച്ചാലേ ചോദിച്ചയച്ചു തരും. അതാ പിന്നെ വേറെ സംഭവമൊക്കെ ഓഫ് വയ്ക്കാൻ പറയാം അല്ലെങ്കിൽ മതി. സ്വർണത്തിൻ്റെ ചെയ്യാൻ കുമാരനെ അയച്ചിട്ട് കണ്ടിട്ടില്ല. ആ വിളിച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൊച്ചിനെ കൊണ്ടുപോകാനുള്ള ഒരു കാർസഭ ഒരു കാക്കിയോ എല്ലാവരും ഒന്നും പോക്കാം, ഞാൻ മാത്രം ഇവിടെ കാണും. കുറച്ച് വെയിലൊക്കെ വന്നിട്ടുണ്ട്. ജയ ഇതുവരെ വന്നില്ല, കുറേ പരിപാടികളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. കണ്ണടച്ച് തുറക്കാൻ സമയം കൊണ്ട മൂടിക്കെട്ടി മഴ പെയ്യുന്നു. ജയ വന്ന് പെട്ടെന്ന് ഇച്ചിരി മീനൊന്നും മേടിച്ചോണ്ടായിരുന്നു, അത് വെട്ടിത്തന്നു. ഞാനതെടുത്ത് വറുത്തോണ്ടിരിക്കുന്നു. വിശന്ന് കുടല് വന്നിരിക്കുകയായിരിക്കും. സമയം കണ്ടോ, ചോറൊന്നും കൊണ്ടിട്ടില്ല. ചോറൊന്നും ഒന്നാതെ നടക്കുക. രാവിലെ എന്തോ ചെറുതായിട്ട് അങ്ങനെ കഴിച്ചിട്ട് പോയത്. മൂന്നുപ്പോ അത് നേരത്തെ വിട്ടെ. അലക്സ ലൈറ്റ് ഔട്ട്. ഷാമ്പൂക്ക് നാളെ ഇടാൻ വേണ്ടി നാളെ യോഗയുണ്ട്, അതിന് വൈകിട്ടുണ്ട്. അത്ര വേണ്ടടി. ഇതോ പിന്നെ അത്ര വേണം നോക്ക്. അമ്മ എന്റെ ഒരു ബനിയൻ എടുത്ത് നോക്കി, ഇത്ര ഉണ്ട്. നീ ഇപ്പൊ അവളെ ഇട്ട് നോക്കിക്കോണം. നിന്റെ എത്ര ഉണ്ടാവില്ല അവള്? നിന്റെ എത്ര ഉണ്ടോ അവള്? നീടേണ്ട കാര്യമൊന്നുമില്ല, വേറെ ഐറ്റം ഉണ്ട്. നിനക്ക് കുറച്ച് കാശുണ്ട്, ചെയിൻ മേടിക്കണോ അതോ വേറെ വല്ലതൊക്കെ മേടിക്കണോ? പറഞ്ഞോ രാത്രി പറഞ്ഞെന്ന്, പക്ഷെ ഞാൻ കേട്ട് പോലും ഇല്ല. അമ്മ പറഞ്ഞു ഞാൻ ഇവളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞേ. ഇവള് ഉടനെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു നിനക്ക് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുണ്ടല്ലോ ചിരിച്ചുകൊണ്ട് കിടന്നടി ഇവള് തിരിഞ്ഞ്. രാവിലെ അറിഞ്ഞു പോലും ഇല്ല. ചെയിൻ ശരിയാക്കിയാ പോരെ? പുതിയ ചെയിൻ എടുത്താൽ മതിയോ? അത് മതിയല്ലോ. അല്ല വേറെ ഒന്നും വേണ്ടല്ലോ, വേറെ ഒന്നും ഇടാനും പറ്റിയല്ല. അല്ല അല്ലേ ആ പോയിരിക്കുന്നതല്ലേ. എടുക്കല്ലേ മുടി ഞാൻ കെട്ടി വെക്കണോ? അങ്ങനെയാണോ കിട്ടുന്നത്? മൊത്തത്തിൽ ഇട്ട് ഇങ്ങനെ കിട്ടണോന്ന് ഞാൻ പറയും. ഇങ്ങനെ ഇങ്ങനോ? ആ അങ്ങനെ ഇരിക്കത്തില്ല. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? പുതിയ പഠിപ്പിക്കുന്നതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്, ക്ലാസ്സിന്റെ ഒരു ഇതെങ്ങനെയുണ്ട്? എന്നാ വാ ഷാമ്പൂ കൊണ്ടുപോകാൻ വരാം, പോവാം. നാഗവല്ലി അല്ല മറ്റേ ശോഭന മറ്റേ നോക്കുന്നുണ്ട്. എനിക്ക് എന്നാ കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയാതെ വേറെ ആരും ഉണ്ട്? അവന്തികയെ ചോദിച്ചോ? അറിയാൻ ആരെങ്കിലും ഉണ്ടോ?
ഏതാ അവന്തേന്നും പറഞ്ഞാലും ഷാമ്പോയോട് ചോദിക്കുന്ന ചോദിക്കട്ടെ. ഉണ്ടോന്ന് ചോദിക്കണം. ഷാമ്പോയോട് ചോദിക്കുന്നല്ലേ? പിന്നെ ആരോട് കൂട്ടമായില്ല ഒന്നും. അത് 2 പിള്ളേരുണ്ട് മുണ്ടക്കേ വരാനുള്ള ഗൗരിയും ഡോണയും. രാവിലെ അവര് സിറക്കാൻ വന്നേ, നമുക്ക് ഒരുമിച്ച് പോകണം. എത്ര മണിക്കാ സാറാ? 7:55 8 അങ്ങാണ്ട. അപ്പൊ നേരത്തെ പോണോ? വേണ്ടല്ലോ. ഇന്നലെ ഇന്ന് അവരോട് പറയണം ഇന്ന് കറക്റ്റ് സമയത്തായിരുന്നു. ഇന്ന് കറക്റ്റ് സമയം. ഇച്ചിരി നേരത്തെ എന്നപ്പോ കേറിയില്ലേ, അതുവരെ കുഴപ്പമില്ല. 1-2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോ എന്റെ പൊന്നമ്മ എനിക്ക് പറ്റത്തില്ല. എന്നാ ഒരു സൂചി കൊത്താനാണ് ഇല്ല, തള്ളി തള്ളി എന്റെ കാലുണ്ടല്ലോ അതിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് അതിന്റെ മുന്നത്തെ പോന്നു. അത് കഴിഞ്ഞിട്ടുള്ള വണ്ടി കയറിയാ മതി. ആ വണ്ടിക്കാണ് +1 ഫുള്ള്, മറ്റേതാണ് +2 ഫുള്ള്. അത് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ക്ലാസ്സും കഴിയും. അപ്പൊ അതിന് പോയാ മതി. ചെന്നു പറ. അത് 7 അല്ല 8. അത് എല്ലാം സ്കൂൾ ബസ് ആക്കണോ? 8:40 സ്കൂൾ ബസ്സിന് എത്രയാന്ന് ചോദിക്കാ? 35-37 ഒക്കെ ആയിക്കാണും. സ്കൂൾ ബസ്സിന് എത്ര രൂപ ചോദിച്ചാല്? സ്കൂൾ ബസ്സോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതിലെ കൂടെ വരണം സ്കൂൾ ബസ്. ഇതിലേ വരുന്നത് രാവിലെ പോകുന്ന കാണത്തില്ല ഷാമ്പൂ നിൽക്കുമ്പോ. അപ്പൊ നിനക്ക് എനിക്ക് വയ്യമ്മ നടക്കാന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കേറി അങ്ങ് പോയാ പോരെ. ഞാൻ അവരുടെ കൂടെ വന്നു. സ്കൂൾ ബസ് അല്ലേ? അതൊക്കെ കയറി കഴിയുമ്പോ അതൊരു ആൾക്കാർ കാണും, കൂട്ടുകാര്. എനിക്ക് സ്കൂൾ ബസ്സിന് പോകാൻ ഇഷ്ടമില്ല. എന്നെങ്കിലും സ്കൂൾ ബസ്സിന് പോകണം. അപ്പൊ ഇവക്ക് നടന്നു വരുന്നത് പ്രശ്നമില്ല. ഇടിയും കൊണ്ട് നടക്കാൻ വയ്യമ്മ, എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് പറഞ്ഞു ഇന്നലെ തന്നെ നടന്നുറങ്ങി. സ്കൂൾ ബസ്സിലാ ഇപ്പൊ പറ. കോളേജിലുള്ളവര് പോകുന്നത് പറഞ്ഞേട്ടോ. അവര് കൂടുതലും +1 പെൺപിള്ളേരും പെൺപിള്ളാരെ പ്രതീക്ഷിച്ചാണ്. അത് മുണ്ടൊക്കെ ഇങ്ങോട്ടുള്ള പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ. റോഡ് ഭയങ്കരമായിട്ട് തെന്നിക്കിടക്കുക. ശാംഭവിയെ വിളിക്കണം. താങ്ക് യു. ഈ പള്ളിക്കകത്ത് ഇങ്ങനൊരു വഴിയുണ്ട്. ഇത് എളുപ്പമുണ്ട് ഒത്തിരി. പിന്നെ കുറേ പിള്ളേരും സ്റ്റാൻഡിലോട്ട് പോകുന്ന എല്ലാവരും ആ ഭാഗത്തു നിന്നുള്ള സർവ്വേ ആൾക്കാർ ഇതിലെ കൂടെ കാണുമല്ലോ. അപ്പം മറ്റേ അപ്പുറത്തെ സൈഡിൽ ഭയങ്കര വണ്ടിയും ഒക്കെ ആയതുകൊണ്ട് ബ്ലോക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഇതിലെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആ വണ്ടി ശല്യമില്ല, ഒന്നുമില്ല, സ്വസ്ഥമായിട്ട് നടന്നു പോകാം. അതിപ്പോൾ പള്ളിക്കാർ അവിടെ ഗേറ്റ് അടച്ചു വെച്ചേക്കുക, പൂട്ടി വെച്ചേക്കുന്നു. പണ്ടൊന്ന് പൂട്ടിയായിരുന്നു, എന്നിട്ട് പിന്നെ തുറന്നായിരുന്നു. ഇപ്പം പിന്നെയും പൂട്ടിയിരിക്കുക അവർ. ഇവിടെ ഒരു ഈ തൊട്ടപ്പുറത്ത് കാണുന്ന ബാറാണ് അതിനെ കൂടെയുള്ള വഴി. അതിലെ ഇതുപോലൊരു വഴിയുണ്ട്. ആൾക്കാർ ഷോർട്ട് കട്ട് ചാടിപ്പോകുന്നതാണ്. ആ ബാറിലെ വഴി പോലും അവർ അടയ്ക്കത്തില്ല. അതുവരെ ഫുൾ ടൈം തുറന്നിട്ടേക്കുക. ബാറില്ലാത്ത ദിവസം മാത്രമേ 1-ാം തീയതിയൊക്കെ മാത്രമേ അത് അടയ്ക്കത്തുള്ളൂ. പക്ഷെ പള്ളിയുടെ സ്ഥലത്തൂടെ നമുക്ക് പോകാൻ പറ്റില്ല, അടച്ചിട്ടേക്കും അവർ. ഇതിലെ പക്ഷേ ഒരു പബ്ലിക് ഓട പോകുന്നുണ്ട്. ആ ഓട പോകുന്ന വഴി ഇവിടെ വേണ്ടതാണ്. അപ്പോൾ ഈ പള്ളിയുടെ ഇതിലോട്ട് കയറുന്നതിന് തൊട്ടടുത്ത് വരെ ആ വഴിയുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ടല്ലാത്ത ഇങ്ങോട്ട് ഇവർ അടച്ചു വെച്ച് വെക്കുക. പിന്നെ അങ്ങനെ അപ്പോൾ ആൾക്കാരെ കൊണ്ട് മുകളിൽ കൂടെ കയറി വരുന്നു. വേണം
പള്ളിക്കകത്ത് നടത്തുകൊണ്ടിരിക്കുന്നത്. ആ 12 മണിയാകുമ്പോൾ പള്ളി കഴിയുന്ന സമയമാണ്. അടയ്ക്കുമോ? നേരത്തെ ഫുള്ള് തുറന്നിട്ടേക്കുമായിരുന്നല്ലോ. നേരത്തെ തുറക്കുന്നുണ്ടായിരുന്നത് തന്നെ അറിയില്ല. അല്ല പള്ളി കമ്മിറ്റിയിലും എല്ലാം ഒക്കെ ചന്ദനമാണോ? എവിടുന്ന് കൊണ്ടതാ? എവിടുന്ന് കൊണ്ടിരുന്നാ? അല്ല ചുമ്മാ ചെറിയ അത് ടിവിയിലൊന്നും കാണത്തില്ല. ഇവിടെയാണ് താമസം. ചാക്കരയാ. എന്നെ പരിപാടി രാത്രി ആകുമ്പോ എന്നെ പരിപാടി രാത്രി ആകുമ്പോ എന്നെ അതിനാ ഇല്ല. ഞാൻ രാത്രി ആകുമ്പോ ശബരിമല കാട് കയറുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മൾക്ക് പറ്റിയൊരു വൈബ് ക്യാമറ ഒക്കെ കാണുമ്പോൾ നമ്മളൊരു വൈബാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ചേട്ടനെ കൂട്ടാന്ന് പറഞ്ഞത്. എപ്പം എനിക്കൊരു ഭ്രാന്തുണ്ട് ചേട്ടാ. രാത്രി ആനയെ കാണാൻ നമുക്ക് ഭ്രാന്തുണ്ട്. നമ്മൾ ഈ റൂട്ടെല്ലാം കയറി വരുന്ന എങ്ങനെ പോകുന്നത് കണ്ടപ്പോഴേ ക്യാമറ പിടിച്ച് വന്നപ്പോൾ എനിക്ക് ചെറിയ താല്പര്യം തോന്നി. എങ്ങനെ പോകുന്നത്? എൻ്റെ കാറുണ്ട്. അവിടെ 3-4 പേരുണ്ട്. പക്ഷെ കുറേ പേർക്ക് പേടിയാണ് നമ്മളോട്. അത് നോക്കാം. ക്യാമറ ഒക്കെ പിടിച്ച് തന്നെ അത് കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല. ഓ യൂട്യൂബ് ചാനലുണ്ടോ? അത് എനിക്ക് കണ്ടുപിടിച്ചു എന്നെ പരിപാടിയായിരുന്നു. ദുബായിൽ തന്നെ ഒരു പരിപാടി. ഞാൻ നെസ്റ്റിലെ കിക്കാറ്റ് കമ്പനി അവിടെ ജോലി ചെയ്തു. കുഴപ്പം നല്ല ശമ്പളം. പിന്നെ അച്ഛൻ മറ്റിച്ച് ട്യൂഷനുണ്ട് നാട്ടിൽ. എല്ലാം കൂടെ അപ്പോൾ വളയിടലിന് വേണ്ടി വന്നതാണ്. എനിക്ക് ബാഗ് എടുത്തിട്ടുണ്ട്. പോവാണേ. നാളെ കാണാം ഉണ്ടെങ്കിൽ. ഞാൻ വിളിക്കാം. എൻ്റെ ബാദുഷ നാളെ ഇവിടെ ആയിരിക്കുമോ? നാളെ നോക്കട്ടെ. അല്ലെങ്കിൽ പത്തനംതിട്ട. അച്ഛപ്പണ ഇവിടെ അല്ല. പോവാണേ. വിളിച്ചാ പറഞ്ഞേ. നോക്കാം. ഞാൻ പറഞ്ഞില്ല ഇതുപോലൊരു ഇതുള്ളതുകൊണ്ട് കറക്റ്റ് നോക്കാം. എന്നാലും ആദ്യം കാണുവാണ് ഇത്ര തുറന്ന് സംസാരിക്കാൻ പാടില്ല. എന്നാലും പറയാം നമ്മൾ അതൊന്നും കുഴപ്പമില്ല. വാ അമ്മ എടുത്തു പോയോ? എവിടെയാ അമ്മ? നീ കണ്ടില്ലേ? വെള്ളത്തിൽ ചവിട്ടല്ല. അത് അടിക്കൂടെ പോവും. അതിലെ കൂടെ പോവും. അങ്ങനെ വെള്ളത്തിൽ ചവിട്ടല്ലേ? പയ്യെ എന്നാ പറ്റി? സ്കൂളിൽ പോയോ? ഞാൻ ഓർത്ത് ചോറും തക്കാളിക്കറി മുട്ടക്കറിയോ? മുട്ടത്തോരനോ? ഓ ഭയങ്കര ഒറ്റപ്പാണ്. ഇന്ന് സാമ്പാറായിരുന്നല്ലോ. വാ എന്നാ ഇപ്പുറത്ത് പോവാം. എന്നാ അറിയാ? വണ്ടി പോട്ടെ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പിടിക്കട്ടെ. അങ്ങനെ പാലോ? പാല് ഇവിടെ ആണോ? പാല് എവിടെയാ? നീ പറ. കടയല്ലോ? ആരുടെ കടയില്? വിജയൻ ചേട്ടൻ എന്തിയേ? വിജയൻ ചേട്ടൻ എന്തിയേ? വീട്ടിലുണ്ട്. നോക്കാം നമുക്ക്. ഭാഗ്യത്തിന് നീ വരുന്ന സമയത്ത് മഴയില്ല കേട്ടോ. മഴ കുറച്ചു മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. എന്നാ ഏതാ? എന്നാ ഇതാണോ? എന്നാ വേണ്ടെന്ന്? ഉള്ളിയാണ്. ഉള്ളിയാണ്. കറി വെക്കുന്ന ഉള്ളി എടുത്താ ചേട്ടൻ തിന്നാ.
എന്നാ പോകണ്ട വീട്ടിൽ അസറപ്പണ്ണല്ലേ ചെറുപ്പണ്ണെ കണ്ടില്ലേ എന്തിയാ ചെറുപ്പണ്ണ ഇത് മുണ്ടക്കയം 6 മുണ്ടക്കയം 6 മുണ്ടക്കയം ശാംഭവി ഇതാണോ അതാണോ ആ എന്നാ പറയാനുള്ളത് അസറപ്പണ്ണ മിഠായി ഇല്ല ഞാൻ എടുത്തോട്ടെ വേണ്ട ഇല്ല എടുത്തോണ്ടോ ആ താമസിച്ചോ മിഠായി താ ഇല്ല ആയാ മിഠായി താ എന്നെ വിളിക്കും നോക്കുന്നു അത് വിളിക്ക് മിഠായി താ വരുമോ ഇല്ല മുട്ടായി എടുത്തില്ല മുട്ടായി ഒന്നുമില്ല പിന്നെ മുട്ടായി പോട്ടയെന്ന് വെച്ചിട്ട് മതി പിന്നെ അതിനെ മുളക് പൊടി വേണോ വേണ്ട വാങ്ങിയോട്ടെ ശാംഭാവി എന്നാണ്ട് വിശേഷം നാളെ നിങ്ങൾക്ക് യോഗ ഉണ്ടോടി യോഗ ഇല്ല എവിടെ നടക്കുന്നേ അപ്പടി അപ്പ എന്നാ തിരിച്ചു പോന്നേ ആ ഇന്നത്തെ ആ കൊച്ചിനെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചോണ്ട് വന്നു പാല് എവിടെയാ എന്നാ പാല് നിനക്കറിയത്തില്ല അല്ലേ ഇവിടെ പഠിക്കുന്നത് ബുദ്ധിമുട്ടോ ആ മുൻകത്ത് ആ എൻ്റെ പേര് പേരെന്താ എൻ്റെ പേര് ഷുക്കൂർ ഷുക്കൂർ കല എവിടെയാ കട പുഞ്ചവയല് അമ്മയുടെ പേരെന്താ അമ്മയുടെ പേര് സുബി അച്ഛൻ്റെ പേരോ അച്ഛൻ്റെ പേര് ഷുക്കൂർ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് ഷുക്കൂർ അമ്മയുടെ പേര് സുബി പേരെന്താ എൻ്റെ ചേട്ടൻ്റെ പേരെന്താ അച്ഛൻ്റെ പേര് ഷുക്കൂർ അച്ഛനാണോ അച്ഛനാ ആരുടെ ആവശ്യനാ വാ കൊണ്ടൊരു മോളെ അവള് ആ. ഇന്നല്ലേ പഠിക്കുന്നത് ആണോ ആ 15 വയസ്സായി ആ ശരി ഇവിടെ ജീവൻ ജോലി പാലേ മൊത്തണേ ഹേ പാല് ആ നേരത്തെ വിടുന്നില്ലായിരുന്നല്ലേ ഇല്ലായിരുന്നു ഈ വർഷം തൊട്ടാ ഇവിടെ ആ ആ പാല് മേടിക്കണ്ട ഈ വിടുവാണെങ്കിൽ നല്ലതാണ് ആ. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിള്ളേരെ പാല് മേടിക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് അതല്ല നമ്മുടെ കൊച്ചു ഇതൊക്കെ തന്നെയാ ആ. വെള്ളവും പഴം കഴിക്കുന്നു ചില സമയത്തുള്ളേ ആ അതെ ചില അതെ സമയത്തില്ല ആ അങ്ങനെയാ മോന്റെ അച്ഛനാ മതിയോ അറിയത്തില്ലേ ഇവനെ അറിയത്തില്ല എനിക്ക് ഇപ്പൊ ശ്യാം ഷാന്റെ അച്ഛനാ ശ്യാം ഏതാണെന്നറിയോ ഇല്ല ആ ഇപ്പം പണ്ട് എന്തേറ്റിലുണ്ടായിരുന്ന വാ പാല് മേടിക്കാം. ഇവിടെ വിളിക്കാൻ പോയായിരുന്നു അവളെ വിളിക്കാൻ പോയാ അതേ നോക്ക പാല് അവളെവിടെ കണ്ടിട്ടില്ലേ പാലെവിടെ പാലെവിടെ നിനക്കറിയാവോ പാലെവിടെ അത് വേറെ സ്ഥലം വാ ഓടിയോ പാല് ജയ മേടിച്ചോണ്ട് പോയെന്ന് നമുക്ക് അങ്ങോട്ട് അപ്പുറത്ത് കിടന്ന് പോവാം വാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് അത് ഇതാ അവിടെ പോകണ്ടെന്ന് പാല് മേടിച്ചെന്ന് ജയ ഇത് വണ്ടി വരുന്നു മാറ് എടി പാല് മേടിച്ചോണ്ട് പോയെന്ന് ജയ പാലിന്റെ പാല് ജയ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കാച്ചി ചായ ഇട്ടു അയ്യോ നിനക്ക് വേണ്ട ചായ നീ ചെല്ലും എടി ആ ചായ പാല് മേടിച്ചെന്ന് എന്നെ ചെയ്യും നിന്നോടല്ലേ പറഞ്ഞേ പാല് മേടിച്ച് ജയ കൊണ്ടുപോയി അവിടെ ചെന്ന് ചായ കിട്ടും ഇനി നമ്മൾ പോയിട്ട് കുടിച്ചാൽ മതി ഓക്കെ ഓക്കെ ആണോ അതെ ആ എന്നാ വാ എവിടെ പോവാ പുറത്തോട്ട് വാ വരക്കിപ്പുറത്ത് വാ വണ്ടി വരുന്നു ഇതാണോ പിടിക്കണോ എന്നാ പിടിക്കാനാ മുള്ളിച്ചെല്ലും പിടിക്കാൻ പോ ഏ ഇപ്പം എന്നാ തന്നെ പിടിക്കുന്നത് മേളിൽ കയറുവാ പോയാടി
നീ വരുന്നതാ, ഞാൻ പോവാ. അല്ല എടുക്കാനൊന്നും പറ്റത്തില്ല, വാടി. എന്നാ എനിക്ക് തന്നെ നടക്കാൻ വയ്യ. അന്നേരം ഒരു കാര്യം ചെയ്യാം. ആ പുറത്ത് കയറണ്ട, വേണ്ട, വാ നടക്ക്. പുറത്ത് കയറാൻ വന്നേക്കുന്നു. എനിക്കിവിടെ നടക്കാൻ വയ്യ. അപ്പോഴാ ഇന്ന് എത്രാമത്തെ പ്രാവശ്യം നടക്കുന്നറിയോ? ഓ കൈ പിടിക്കും. ഓക്കെ, നടക്കടി അങ്ങോട്ട്. ഇന്നല്ല വലിയ ക്ഷീണം. മുട്ടയൊക്കെ തോരനൊക്കെ തിന്നിട്ടായിരിക്കും. മുട്ടത്തോരനൊക്കെ തിന്നിട്ടാണോ നടക്കാൻ വയ്യാത്ത? സാമ്പാർ തിന്നുമ്പോഴാണല്ലോ നടക്കുന്നത്. ഇതിനടി കാറുന്നത്? നടന്നോ എത്തിക്കോളും. ആരാ നോക്കട്ടെ. എന്നാ പോവാ. ഹലോ. ആ ആ ആ മനസ്സിലായി. ഓക്കെ. ആ ആ ശരി. ആ ബാദുഷ. അതിപ്പോൾ നമ്മളവിടെ നിന്ന് കണ്ടില്ലേ, ചെടി വിൽക്കുന്ന കണ്ടില്ലേ ഒരു ചേട്ടൻ? ചന്ദനം വിൽക്കുന്ന കണ്ടായിരുന്നോ ആ ചേട്ടൻ? ഹലോ ചേട്ടൻ. ആരാ ജയമ്മ വീട്ടിലുണ്ട്, നീ പോ. നടന്നു ഓടാതെ. അയ്യോ, ആരും നിൽക്കില്ല. നടക്ക്. പയ്യെ പോണ വീഴും. നടക്കാൻ വലിയ മടിയായിരുന്നു. ഇന്ന് നടക്കാൻ വലിയ മടിയായിരുന്നു. എത്രയും നേരം യാത്രയുണ്ട്. ചോറോ? ചായ തരാം. ഉടുപ്പൊക്കെ ഊരിടണ്ടേ, ദേഹമൊക്കെ കഴുകണ്ടേ, ഇന്നലെ നമ്മൾ ചായ കുടിക്കുന്നേ. അടുത്തില്ലടാ അടുത്തിരി. ബുക്ക് വേണ്ടേ? 5 എന്നല്ലേ പറഞ്ഞു? 4 10 വേണ്ട, 6 അങ്ങോട്ടൊക്കെ മതി. വേണമെങ്കിൽ മേടിക്കാമല്ലോ. നീ ചുമ്മാ 10 എന്നൊക്കെ പറയാതെ. 10 വിശ്വസിച്ചില്ല എന്തായാലും. 6 ഉണ്ട്. ഡ്രസ് അങ്ങനെ ഉണ്ടോ? അപ്പുറത്തുണ്ട്. അനിത്യ ആരാ മോന്റെ? അനിത്യോ? ആ അനിത്യില്ല. അനിത്യ ആരാ? അനിത്യില്ല. നീയല്ലേ ഇപ്പൊ പറഞ്ഞത്? അനിത്യ ഉണ്ടാവുന്നത് നിന്റെ ആരാന്നാ പറഞ്ഞേ? ക്ലാസ്മേറ്റ് ആന്ന് പറഞ്ഞില്ലേ ഇപ്പം? പിന്നെ ആരാ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളേ? ക്ലാസ്മേറ്റ്സ് ആരാന്ന് ഇപ്പൊ പറഞ്ഞു. അളകനന്ദ ഉണ്ട് ക്ലാസ്മേറ്റ്. പിന്നെ ആലോഷി ആരാ?
എന്റെ കൂട്ടുകാരനാ. ആണോ? സാമൂല് കൂട്ടുകാരൻ, അലോഷ്യ കൂട്ടുകാരൻ, പിന്നെ വാൽവിന്റെ കാര്യം പറയും. ഇട്ടിട്ടുണ്ട് വന്നാ മതി കേട്ടോ. ഇത് പഴയത് കഴുകി കൊടുക്കണേ അവർക്ക്. അത് കേറത്തില്ല. സാബുവിന്റെ അമ്മ വന്നു പോയി. കീറി എന്തേ? ആയില്ല. ഓടിച്ചു. ചേച്ചി, സാമുവലും അലോഷിയും പിന്നെ അമ്മ വന്നു. അവളെ തുമ്പിയെ കണ്ടമ്മേ. തുമ്പീനെ കണ്ടോ? മോൻ കണ്ടല്ലേ? ആ ഒന്നാവുന്നു പോയി. തുമ്പിയോ? കണ്ടു കേട്ടോ തുമ്പി. ഞാൻ അവിടെ ഇരുന്നപ്പേ ഞങ്ങൾ തുമ്പിനെ കാണാൻ വേണ്ടി ഞങ്ങൾ അവരുടെ തടങ്ങിയിരിക്കുന്നില്ലല്ലോ. ഞാൻ ചോറും തക്കാളിക്കറിയും മുട്ടത്തവലിന് ആണോ? രാത്രി പോയി. ഞാൻ മറ്റൊരു പോയി വെള്ളം കുടിച്ച് കയറി ട്രിൻഡറും വെച്ച്. ടിൻഡറും വെച്ചോ? ആ എങ്ങനെയാ അമ്മ വന്നു. ആടാ സംഗീതയുടെ ചെയ്യപ്പെട്ട് ചുമ്മാ തങ്ങി നടന്ന് കേറി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ എടുത്ത് കുളിച്ച് എന്നോട് നീ പറഞ്ഞ ബാത്റൂമിൽ പോയില്ല. കുളിച്ചെന്നോ? ഞാൻ പറയാം. ഞാൻ മുണ്ടൊക്കെ ഇട്ട് വന്നു ഇപ്പൊ എന്നിട്ട് കുളിച്ച്. ഇവിടത്തെ കാര്യമാണോ? സംഗീതയുടെ അമ്മയാണോ ഞാൻ കുളിപ്പിച്ചത്? അല്ല ശാമ്പുവീടല്ലേ? അമ്മ അത് ഡെയിൻമേൽ ഫുള്ള് അങ്ങോട്ട് പറഞ്ഞപ്പോ അങ്ങോട്ട് സംഗീതയുടെ അമ്മയുടെ അമ്മ ഇതിനകത്ത് എന്റെ കസ്റ്റോറി കസ്തൂരിലൊന്നുമില്ല മീൻ. വഴി വെച്ചാരടി ഇത് കണ്ടേ? വഴി വെച്ച് കണ്ടാരാ? ആ അവനെ പിച്ച് അമ്മ ആരാ വെച്ചേ? അവനെ പിച്ച് നീ പിച്ച് അതോ ഇട്ടത്. ബ്രായ് കിട്ടവനെയോ? ആരാ പിച്ചേ? സ്കൂളിലൊക്കെ അത് ബാഗ് വേണം. നിങ്ങളുടെ സ്കൂളിലെ കാര്യം നിങ്ങൾ സ്കൂളിൽ തീർത്തോണം കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കരുത്. കാര്യം പറഞ്ഞേക്കാം. രണ്ടുപേരും പറയാം. സ്കൂളിലെ കാര്യം സ്കൂളിൽ തീർത്തോണം. നീ അങ്ങോട്ടും വെച്ച് അവൻ ഇങ്ങോട്ടും വെച്ച് പ്രശ്നം തീർന്നില്ലേ? അല്ല പിന്നെ അമ്മേ അവൻ പഠിച്ചു. ആര്? സാമുവൽ. സാമുവലോ? സാമുവല് ചുമ്മാ ആണോ? കോട്ടിട്ട് കയറി വന്നു. കണ്ട് ആര് കണ്ടോ? നമ്മുടെ റിയാസിന്റെ. സാമുവലെ ഇവിടുത്തെ റിയാസുമായിട്ട് ആപ്പാടെ ഇത് കണക്ഷൻ ആണല്ലോ. അച്ഛനെ കണ്ടെന്ന റിയാസിന്റെ അച്ഛനെയോ? ഓ അഷ്റഫണ്ണനെയോ? ആ പച്ചക്കറി. അമ്മച്ചും ഉണ്ട്. അമ്മച്ചി ഉള്ളി വിളിക്കാൻ പോയപ്പോ ഇഞ്ചി. ഇഞ്ചിയോ? എന്തിനു വേണ്ടിയായിരുന്നു? പച്ചക്കറിയാണല്ലോ അവിടുത്തെ. എന്തിനാടി ഇഞ്ചി അറിഞ്ഞോ? തമിഴ്നാട്ടിൽ അമ്മയ്ക്ക് ഇഞ്ചി. അമ്മ എന്താ കഴിച്ചോ? ജയമ എന്താ കഴിച്ചേ? ജയമ ചോറൊക്കെ കൊണ്ട് കാണും. പാവം പിടിച്ച കുളിച്ചോ? എന്റെ പേര് അനവനന്ദ ചേച്ചി എന്ന്. അളകനന്ദാണ് ചേച്ചി വന്നോ? ചേച്ചിയാ അതെന്താ? ഓഡിറ്റോറിയം മതിയോ? ഓഡിറ്റോറിയം ഡാൻസ് ഉണ്ടേ. ഹാൻസ് ഉണ്ടോ? എവിടാ കൊറേ നമ്മളെ മെമ്പേഴ്സില്ലേ വലിയ ബെൽ സ്കൂബിൽ. എടി ഇവിടെ നീ കണ്ടല്ലേ? അപ്പൊ കണ്ടില്ലല്ലേ? വന്നില്ല മേ. ഗ്രേസി ആന്റിയുടെ ഫാദറിലോ മരിച്ചുപോയി. തോമസ് ഇത് കണ്ടോ? ഇരിക്കുന്നുണ്ടോ? തോമസ് മരിച്ചുപോയി. ഇത് ഈ പിള്ളേർ വന്ന് ഡാൻസ് കളിച്ചു. എ.കെ.ജെമ്മിലെ പിള്ളേരാ. അവര് ഡാൻസ് കളിച്ചു. അന്നാണ് ഇവർക്ക് കേട്ടോ. അല്ല ഇത് അന്നാണ് ഇവക്ക് അല്ല പിന്നെ നേടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ടോ? നേടിയിരിക്കുന്നു. ചാരി ഇരിക്കുക. സാറാണോ തോമസ്? അല്ല പിന്നെ ഗ്രേസി ആന്റിയുടെ അച്ഛനാ.